പാഠം 699. ഷോക്ക് അടിപ്പിക്കുന്ന ഒരു കഥ. ഞാൻ ഇറങ്ങുക. മോഹനട്ടാ, പുറകുവശത്തെ ആ കാട് വെട്ടാനും പുല്ല് ചെത്തി തെളിക്കാനും ആ ഗോപാലൻകുടി ചേട്ടനെ ഒന്ന് വിളിക്കാൻ ഞാൻ എത്ര ദിവസമായിട്ട് പറയാ. ഭയങ്കര കാട് പിടിച്ചെടുക്ക അവിടെ. അതിനതുപോലെ പാമ്പും കാണും. ഗോപാലൻകുട്ടി ചേട്ടൻ ചോദിച്ച കൂലി എത്രയാണെന്ന് അറിയാമോ? അത് കൊടുക്കാൻ എന്റെ കയ്യിലില്ല. ഒരാളെ ജോലിക്ക് വിളിക്കുമ്പോ കൂലി കൊടുക്കാതെ പറ്റും എന്റെ മോനട്ടാ? പഴയ കാലമൊന്നുമില്ല, കൂലി എല്ലാം കൂടുതലാ. അത് കൊടുത്താലേ ആളെ കിട്ടുള്ളൂ. ഭാമേ, നമ്മൾ പണം ചെലവാക്കുമ്പോ അത് ആവശ്യത്തിന് മാത്രമായിരിക്കും. അത് മാത്രമല്ല, ചെലവാക്കിയ പണത്തിനുള്ള മുഴുവൻ പ്രയോജനവും കിട്ടി എന്ന് ഉറപ്പുവരുത്തുകയും വേണം. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ച ഉടനെ വാരി വലിച്ച് കൊടുക്കുകയല്ല വേണ്ടത്. ഈ സിദ്ധാന്തം അല്ല ചുമ്മാ പറയാൻ എളുപ്പ. നടത്തണമെങ്കിലേ കുറച്ച് പാടുപെടും. ഒരു പാടുമില്ല. ഇന്നലെ വില്ലേജ് ഓഫീസിലുണ്ടായ ഒരു സംഭവം നിനക്ക് കേൾക്കണോ? 2-3 ദിവസമായി ഫാൻ കറങ്ങുന്നില്ല, സ്വിച്ച് ബോർഡുകളൊക്കെ കേട്. അതൊന്ന് നന്നാക്കി തരാൻ വീട്ടുടമസ്ഥനോട് വിളിച്ചു പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, സാർ ശരിയാക്കിച്ചോളൂ, പൈസ ഞാൻ തന്നോളാമെന്ന്. സാറേ, 2000 രൂപ അത്ര വലിയ കൂടുതലൊന്നുമല്ല. ഫാനില്ലാതെ ഇവിടെ ഇരുന്ന് ഉരുകിയിരുന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ സാറേ അവർക്ക് 2000 രൂപ കൊടുക്കണത്? എങ്കിൽ 2000 രൂപ സ്വയം പ്രഭ കൊടുത്തോളൂ. ഇങ്ങനെ ധൂർത്തടിക്കാൻ എന്റെ കയ്യിൽ പൈസയില്ല. ചുരുക്കി പറഞ്ഞ, കൂലി കൊടുക്കുന്ന കാര്യത്തിലെ പിശുക്ക് ഇവിടെ മാത്രമല്ല, വില്ലേജ് ഓഫീസിലുണ്ടെന്ന്. വയറിങ്ങിനെ ആര് ചെയ്യും? ഒരു രാജപ്പൻ പിണങ്ങിപ്പോയി എന്നതുകൊണ്ട് മോഹനേഷൻ തോൽക്കും എന്ന് നീ കരുതരുത്. ദൈവമായിട്ട് എനിക്ക് മറ്റൊരു വഴി കാണിച്ചു തന്നു. അതെന്ത് വഴിയാ? ഞാൻ ഇന്നലെ വൈകിട്ട് ഓഫീസിൽ നിന്ന് തിരികെ വരുന്ന വഴിക്ക് രാജപ്പന്റെ കൂടെ ജോലി ചെയ്യുന്ന സുഗുണനെ കണ്ടു. രാജപ്പനോട് കാര്യം പറയണ്ട. രാജപ്പൻ സുഗുണന് തരുന്നത് 500 രൂപയാണല്ലോ. അതെ, ഞാൻ സുഗുണന് 750 രൂപ തരും. അതല്ല സാറേ, ഇത് രാജപ്പൻ ചേട്ടൻ അറിയുമ്പോ. സുഗുണ, ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകണമെങ്കിൽ സാഹസങ്ങൾ കാണിക്കേണ്ടി വരും. രാജപ്പനെ ഒഴിവാക്കി ഈ ജോലി സുഗുണൻ ചെയ്താൽ അത് ഒരു പുതിയ ജീവിതത്തിന് തുടക്കമായിരിക്കും. വില്ലേജ് ഓഫീസിൽ വയറിംഗ് പണിയുന്ന സുഗുണനാ പോകുന്നത്. വില്ലേജ് ഓഫീസിൽ വയറിംഗ് ചെയ്ത സുഗുണൻ നാട്ടിൽ ഇത് വലിയ പേരായി മാറും. പിന്നെ രാജപ്പന്റെ സഹായമില്ലാതെ സുഗുണന് ധാരാളം ജോലികൾ കിട്ടും, കൂടുതൽ പൈസ കിട്ടും. ശരിയല്ലേ? എന്നാലും സാറേ, ഒരെന്നാലും ഇല്ല. സുഗുണന് സമ്മതമാണെങ്കിൽ നാളെ രാവിലെ 8 മണിയാവുമ്പോ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി. ശിശുപാലനോട് രാവിലെ വന്ന് ഓഫീസ് തുറക്കാൻ ഞാൻ പറയാം. 10 മണിയാവുമ്പോഴേക്കും ജോലിയൊക്കെ തീർത്ത് സുഗുണന് പോവുകയും ചെയ്യാം. ഇത് നമ്മുടെ സ്വന്തം വയറിംഗ് ആണല്ലോ. ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് സാറ് കാരണം. സാറ് കാശ് ലാഭിക്കാൻ നോക്കിയതല്ലേ? പരിഹാരം സാറ് എന്നെ കണ്ടാ മതി. അല്ലെങ്കിൽ മേശയും കസേരയും മുറ്റത്തെടുത്തിട്ട് നമുക്ക് ജോലി ചെയ്യാം. അതോടെ നാട്ടുകാർ മുഴുവൻ കാര്യം അറിയും. പിന്നെ സാറിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയും. സാറിനെ കാണുമ്പോഴേ ആൾക്കാർ കൂവും. ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയുള്ളൂ സാർ. നമുക്ക് ആ രാജപ്പനെ വിളിക്കാം. വരില്ല. അതെന്താ സാർ? വരില്ല, അത്ര തന്നെ. നമുക്കൊന്ന് വിളിച്ചു നോക്കാം സാർ. ഞാൻ വിളിക്കട്ടെ സാർ? വരുമെന്തോ, വിളിച്ചു നോക്ക്. ഹലോ രാജപ്പ, ഞാനാ ശിശുപാലൻ. എന്താ ശിശുപാലൻ ചേട്ടാ? നീ അത്യാവശ്യമായിട്ടൊന്ന് വില്ലേജ് ഓഫീസർ വരണം. എന്താ കാര്യം? ഒന്നും പറയണ്ട രാജപ്പ, ആ സുഗുണ എല്ലാം കുളമാക്കി വെച്ചിട്ട് പോയിരിക്കുക. ഞങ്ങൾക്ക് ഓഫീസിനകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയാ. നീ പെട്ടെന്ന് ഇവിടം വരെ വരണം. ഞാൻ വരാം ശിശുപാലൻ ചേട്ടാ. ഓ, എന്താ ശിശുപാലൻ ചേട്ടാ? എന്റെ രായപ്പ, ഒന്നും പറയാതിരിക്കുക ഭേദം. മോഹനേഷ സാറ് സുഗുണനെ പണിയേൽപ്പിച്ചു. അവൻ ഇവിടെ വന്ന് വലിയ വർത്താനമൊക്കെ പറഞ്ഞപ്പോ ഞാൻ കരുതി എല്ലാം അവൻ അറിയാന്നാ. 1 മണിക്കൂർ കൊണ്ട് ജോലി എടുത്ത് കാശ് വാങ്ങിച്ചോണ്ട് അവൻ പോയി.
മോഹനേട്ടാ, ഒരുപാട് കുറുക്കുവഴികൾ നോക്കുമ്പോ ഇങ്ങനെയൊക്കെ പറ്റില്ലേ? ഇതിനു മുന്നേയും എന്റെ മോഹനേട്ടൻ ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും എന്റെ മോഹനേട്ടൊന്നും പഠിച്ചിട്ടില്ല. ഇതിപ്പോ കുറ്റം ഒന്നല്ല. വയറി കയറാത്ത സുഗുണ വിളിച്ചോണ്ട് ശിശുപാലനല്ലേ? അല്ലല്ലോ, ശിശുപാലൻ ചേട്ടൻ വിളിച്ചോണ്ട് വന്നത് രാജപ്പനെ അല്ലേ? രാജപ്പന് ജോലി അറിയാമായിരുന്നല്ലോ. രാജപ്പന്റെ കൂടെ വന്നയാളല്ലേ ഈ സുഗുണൻ. അയാളെ ജോലി ഏൽപ്പിച്ചത് ആരാ? മോഹനേട്ടൻ. അവന് നിസാര ജോലിക്ക് 2000 രൂപ ഞാനെന്ത് ചെയ്യാനാ? ഇപ്പൊ മൊത്തം എത്ര രൂപ കൊടുത്തു? 750 രൂപ സുഗുണന്, 2500 രൂപ രാജപ്പന്. ആകെ മൊത്തം 3250 രൂപ. ചുരുക്കത്തിൽ 1250 രൂപ ലാഭിക്കാൻ ഇറങ്ങി 1250 രൂപ നഷ്ടം വരുത്തി. രാവിലെ എന്തൊക്കെയാണ് മോഹനേട്ടനോട് പറഞ്ഞത്? ഭമേ, നമ്മൾ ആവശ്യത്തിന് മാത്രമേ പണം ചെലവാക്കാവൂ. ചെലവാക്കുന്ന പണത്തിന്റെ മുഴുവൻ പ്രയോജനവും കിട്ടിയെന്ന് നമ്മൾ ഉറപ്പാക്കുകയും വേണമെന്ന്. ചെലവാക്കിയ 3250 രൂപയുടെയും പ്രയോജനം കിട്ടിയോ? ഇതൊന്നും പ്രായോഗികമല്ല എന്ന് പറഞ്ഞപ്പോ ബുദ്ധിരാഷ്ട്രത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഓർമ്മയുണ്ടോ? അയ്യോ, അവന് അവസരം ചൂഷണം ചെയ്ത